സമൂഹമാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ദിയ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ലഭിക്കുന്നത്. പലപ്പോഴും ദിയയുടെ വീഡിയോകളിലെ പരാമർശങ്ങൾ വലിയ വിവാദം സൃഷ്ടിക്കാറുണ്ട്. ദിയയുടെ പ്രസവ വീഡിയോ 80 ലക്ഷത്തിലേറെ പേരാണ് കണ്ടത്. ഈ വീഡിയോയിൽ ദിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇപ്പോഴിതാ കുഞ്ഞ് ഓമിക്കും ഭർത്താവ് അശ്വിനുമൊപ്പം ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തിയ ദിയയുടെ ഒരു പരാമർശമാണ് വലിയ വിവാദമായിരിക്കുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർ ഷോൾഡറുകൾ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചെത്തിയ ദിയയോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാക്കറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമനുസരിച്ച് ജാക്കറ്റ് ധരിച്ചെങ്കിലും ഗ്ലോബൽ വില്ലേജിനുള്ളിൽ പ്രവേശിച്ച ദിയ വീണ്ടും അത് ഊരിമാറ്റുകയായിരുന്നു. താനൊരു ഫീഡിംഗ് മദറാണെന്നും എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ജാക്കറ്റ് മാറ്റുന്നതെന്നുമാണ് ദിയ നൽകിയ വിശദീകരണം. ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചാണ് ദിയ ജാക്കറ്റ് ഊരിമാറ്റിയത്. എന്നാൽ ദിയയുടെ ഈ പ്രവൃത്തിയാണ് വലിയ വിവാദമായിരിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണെന്നും ദിയ ലോകത്തെ ആദ്യത്തെ അമ്മയല്ലെന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത്. നിരവധി പേരാണ് ദിയയെ വിമർശിച്ച് അഭിപ്രായങ്ങൾ കുറിക്കുന്നത്. ദിയ കൃഷ്ണ പറഞ്ഞ അനുഭവം ദിയയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തിപരമായ അസ്വസ്ഥതയുടെ പങ്കുവെപ്പാണ്. നിയമങ്ങൾ അവഗണിച്ചുവെന്നോ ചോദ്യം ചെയ്തുവെന്നോ ഇവിടെ പൂർണ്ണമായി പറയാൻ പറ്റില്ല. സംഭവം ദിയ കൃഷ്ണ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കൂടെ ദുബായിലെത്തിയപ്പോഴാണ് നടക്കുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തിയപ്പോൾ ജാക്കറ്റ് ഇടണമെന്ന് അതോറിറ്റീസ് ദിയയോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി ദിയ തന്റെ അവസ്ഥ വ്യക്തമാക്കി. ദിയ ഒരു ഫീഡിംഗ് മദറാണെന്നും അവിടെ അനുഭവപ്പെട്ട ചൂട് ദിയയ്ക്ക് ശാരീരികമായി സഹിക്കാൻ കഴിയാത്തതാണെന്നും ദിയ പറയുന്നു. ഇത് ദിയയുടെ ശരീരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവസാനം ജാക്കറ്റിട്ട് തന്നെ ദിയയ്ക്ക് കയറേണ്ടി വന്ന അനുഭവം വീഡിയോയിലൂടെ ദിയ പങ്കുവയ്ക്കുകയായിരുന്നു. അതേസമയം ദുബായിലെ ഗ്ലോബൽ വില്ലേജ് പോലുള്ള പൊതുവിനോദ കേന്ദ്രങ്ങളിൽ ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. വിവിധ രാജ്യങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ആളുകൾ ഒരുമിച്ചെത്തുന്ന ഇടമായതിനാൽ പൊതുമാന്യതയും സാംസ്കാരിക സൗഹാർദ്ദവും നിലനിർത്താൻ ഇത്തരം നിയമങ്ങൾ ആവശ്യമാണ്. ഈ നിയമങ്ങൾ ഔദ്യോഗികമായി തന്നെ വെബ്സൈറ്റുകളിലും മറ്റ് അറിയിപ്പുകളിലൂടെയും വ്യക്തമായിട്ടുള്ളതുമാണ്. അതിനാൽ അവിടെ പോകുന്നതിന് മുൻപ് നിയമങ്ങൾ പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് കമന്റ് ബോക്സ് നിറയെ. ഒരു പരിധിവരെ ഇത് ശരിയുമാണ്. വിദേശ രാജ്യങ്ങളിലെ പൊതു ഇടങ്ങളിൽ സന്ദർശകർ പ്രാദേശിക നിയമങ്ങളും സംസ്കാരങ്ങളും മുൻകൂട്ടി അറിയുക എന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഈ വിഷയത്തിന്റെ അന്തിമമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്: പൊതു ഇടങ്ങളിലെ നിയമങ്ങളും ഡ്രസ് കോഡുകളും ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനോ അപമാനിക്കാനോ വേണ്ടിയുള്ളതല്ല. വിവിധ സംസ്കാരങ്ങളെയും പശ്ചാത്തലങ്ങളെയും മാനിച്ച് എല്ലാവർക്കും സൗകര്യപ്രദമായ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നത്. ദിയ കൃഷ്ണയുടെ അനുഭവം നിയമങ്ങൾ തെറ്റാണ് എന്ന വാദമല്ല, മറിച്ച് നിയമങ്ങളും മാനുഷിക സമീപനവും തമ്മിലുള്ള ബാലൻസ് എത്രമാത്രം ആവശ്യമാണ് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നും ഒരാൾ കമന്റ് ചെയ്തു.